ആഡ്സിലോട്ട് ഇറങ്ങും മുമ്പ് ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാർക്കറ്റ് ഫിറ്റും കാര്യങ്ങളെല്ലാം നോക്കണം. പക്ഷെ ഒരു ഓർഗാനിക് കോണ്ടന്റ് കൂടെ ഇവര് ബിൽഡ് ചെയ്ത് ഒരു ലെവലായി, അപ്പൊ അതിൽ നിന്നുള്ള എൻഗേജ്മെന്റ് ഒക്കെ നോക്കിയിട്ട് ഒരു ആഡ്സിലോട്ട് പോകുന്നതല്ലേ ഒരു. അതെ, ഓർഗാനിക്കലി ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡിനെ നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് അത് നോട്ടീസ് ചെയ്യാറുണ്ട്. അതായത് ഫ്രം സ്ക്രാച്ച് നിന്ന് ചെയ്യുന്നതിനെക്കാട്ടും ഓർഗാനിക്കലി കുറച്ച് സൗണ്ട് ആയിട്ടുള്ള സൗണ്ട് ആയിട്ടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു CPA തന്നെ ഒരു മിനിമം ഒരു 20-30% ഡിഫറൻസ് കാര്യങ്ങളൊക്കെ അധികവും ഉണ്ടാവാറുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബ്രാൻഡിന്റെ CPAയും വേറൊരു ബ്രാൻഡിന്റെ CPAയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈവൻ ഒരു ഇ-കൊമേഴ്സ് ഒരു സെയിം നിഷിലുള്ള ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരു സെയിം പ്രൊഡക്റ്റ് റേഞ്ചിലുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചുകൂടി ഓർഗാനിക്കലി എന്താ സൗണ്ട് ഉള്ള ഒരു ബ്രാൻഡും ഞാൻ വേറൊരു ബ്രാൻഡും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം പിന്നെ അതുപോലെ തന്നെ അതൊക്കെ ഒരു ഫാക്ടറായിട്ട് വരും. ഓർഗാനിക്കലി അവര് സൗണ്ട് ആയിട്ട് നിൽക്കുന്ന ബ്രാൻഡ് തീർച്ചയായും നല്ല ട്രസ്റ്റ്, അതെ ട്രസ്റ്റ് ഒരു അതോറിറ്റി ഫീലിംഗ് വരും.